ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു ആക്ടിവിറ്റിയുമായിട്ടാണ്. ദ ഗിവിംഗ് ട്രീ എന്ന പാഠഭാഗത്തെ മുഴുവൻ ആക്ടിവിറ്റികളും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയാലോ. ആക്ടിവിറ്റി 1. ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ ഈസ് സൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. നമ്മുടെ ഈ കഥയുടെ ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ എന്നത് ആ ഒരു കഥയ്ക്ക് മാച്ചാണോ, സൂട്ടബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ദ ടൈറ്റിൽ റിയലി സൂട്ട്സ് ദ സ്റ്റോറി. ആ ടൈറ്റിൽ അതിന് ശരിയായ മാച്ചായത് തന്നെയാണ്. ദ ട്രീ ഗിവ്സ് ഹെർ ലീവ്സ്, ഷെഡ്, ഫ്രൂട്ട്സ്, ബ്രാഞ്ചസ് ആൻഡ് ട്രങ്ക്. മരം അവളുടെ ഇലകളും തണലും അതേപോലെ തന്നെ പഴങ്ങളും കൊമ്പുകളും അവസാനം തടിമരവും എല്ലാം കൊടുത്തു. വെൻ ദ ബോയ് വാസ് എ കിഡ് ദ ട്രീ പ്ലേഡ് വിത്ത് ഹിം. ആ കുട്ടി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ട്രീ ആ കുട്ടിയോടൊപ്പം കളിച്ചു. പിന്നെയോ, ഇറ്റ് ഗിവ്സ് ഇറ്റ്സ് ലീവ് ടു മേക്ക് ക്രൗൺ. കിരീടം ഉണ്ടാക്കാൻ വേണ്ടി ആ മരം അതിൻ്റെ ഇലകൾ അവന് കൊടുത്തു. വെൻ ദ ബോയ് ഗ്രൂ അപ്പ്. അങ്ങനെ ആ ബോയ് വളർന്നു. ദ ട്രീ ഗേവ് ഹിം ഇറ്റ്സ് ഫ്രൂട്ട് ടു സെൽ ആൻഡ് ഏൺ മണി. ആ കുട്ടി കുറച്ച് വലുതായപ്പോൾ പണത്തിന് ആവശ്യം വന്നു. അങ്ങനെ മരത്തിൻ്റെ അടുത്ത് വന്ന് പണത്തിന് ചോദിച്ചപ്പോൾ മരം അതിൻ്റെ ഫ്രൂട്ട്സ്, കായ്കൾ കൊടുത്തു വിറ്റ് പണമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. വെൻ ദ ബോയ് ബിക്കെയിം എ മാൻ ദ ട്രീ ഗേവ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഫോർ മേക്കിംഗ് ഹൗസ്. അങ്ങനെ ആ ബോയ് കുറച്ചുകൂടി വലുതായപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടി പണത്തിന് വേണ്ടി ആരുടെ അടുത്ത് വന്നു? ഈ ട്രീയുടെ അടുത്ത് വന്നു. അപ്പോൾ ട്രീ എന്ത് കൊടുത്തു? വീടുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ബ്രാഞ്ചസ്, ശാഖകൾ കൊടുത്തു. ദ ട്രീ ഗേവ് ഹിസ് ട്രങ്ക് ടു മേക്ക് ബോട്ട്. പിന്നെ അദ്ദേഹം എന്താവശ്യമായി വന്നതാണ്? ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ബോട്ട് ഉണ്ടാക്കാൻ മരം അതിൻ്റെ തടി തന്നെ കൊടുത്തു. ഫൈനലി വെൻ ദ മാൻ നീഡഡ് എ ക്വയറ്റ് പ്ലേസ് ടു റെസ്റ്റ്. അവസാനം അയാൾക്ക് എന്ത് വേണം? റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സമാധാനമായ ഒരു സ്ഥലം വേണമായിരുന്നു. ദ ട്രീ ഗേവ് ഇറ്റ്സ് സ്റ്റംപ് ഫോർ സിറ്റ്. ഇനി അവസാനം ട്രീയുടെ കയ്യിൽ ബാക്കിയുള്ളത് സ്റ്റമ്പ്, ഒരു കുറ്റി മാത്രമാണ്. ആ സ്റ്റമ്പ് അദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും കൊടുത്തു. അങ്ങനെ ആ ട്രീ അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ആർക്ക് വേണ്ടി ചെയ്തു? ആ മനുഷ്യന് വേണ്ടി ചെയ്തു. പക്ഷേ ആ മനുഷ്യൻ തിരിച്ച് ട്രീക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ദ ടൈറ്റിൽ ദ ഗിവൻ ട്രീ ടെൽസ് അസ് അബൌട്ട് ദ ട്രീസ് സെൽഫ്ലെസ്നെസ് ആൻഡ് ലവ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ മരത്തിന് ഒരു അത്യാഗ്രഹവുമില്ല, അതേപോലെ തന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. പക്ഷെ ആ മനുഷ്യന് വെറും അത്യാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്നേഹം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ദ ട്രീ ഇൻവൈറ്റഡ് ദ മാൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ് ഓൺ ഇറ്റ്സ് സ്റ്റമ്പ്. അങ്ങനെ ആ ട്രീ അദ്ദേഹത്തെ ക്ഷണിച്ചു തൻ്റെ സ്റ്റമ്പിൽ ഇരിക്കാൻ വേണ്ടി. ദ മാൻ ഡിഡ് സോ ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ ട്രീ. അങ്ങനെ ആ മരക്കുറ്റിയിൽ ഇരുന്നു കൊണ്ട് അയാൾ ചിന്തിക്കുകയാണ്. അപ്പം വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്? അയാൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കിയാലോ. ഹൗ ഗ്രീഡി ഐ ആം. ദിസ് ട്രീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എത്ര അത്യാഗ്രഹിയാണ്. ഈ ട്രീ എൻ്റെ ഒരു നല്ല കൂട്ടുകാരനായിരുന്നു. ഇറ്റ് ഗിവ് എവറിത്തിങ് ഫോർ മീ. അതെനിക്ക് എല്ലാം തന്നു. ഹെർ ലീവ്സ്, ഷെയ്ഡ്സ്, ഫ്രൂട്ട്സ്, ബ്രാഞ്ചസ് ആൻഡ് ട്രങ്ക്. എന്തൊക്കെയാണ് തന്നത്? അവളുടെ ഇലകൾ തന്നു. ഇലകൾ കൊണ്ട് ക്രൗൺ ആക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഷെയ്ഡ്സ്, തളർന്നപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി അതിൻ്റെ തണൽ ഉപയോഗിച്ചു. പിന്നെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചു. ബ്രാഞ്ചസ് ആൻഡ് ട്രങ്ക് അല്ലേ, ശാഖകളും തടിമരവും ഒക്കെ അത് തന്നു. ബട്ട് ഐ ഡിഡൻറ്റ് ഗിവ് എനിത്തിങ് ടു ഹെർ. പക്ഷേ ഞാൻ അവൾക്ക് ഒന്നും നൽകിയില്ല. ഫൈനലി ഷീ ഗേവ് ഹെർ സ്റ്റംപ് ടു മീ ഫോർ റെസ്റ്റ്. അവസാനം അവൾ അവളുടെ സ്റ്റമ്പ് പോലും എനിക്ക് വേണ്ടി തന്നു, എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തന്നു. ഷീ ഹാസ് നത്തിങ് ലെഫ്റ്റ്. ഇനി അവളുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. വാട്ട് അറ്റോൺമെൻറ്റ് ഷാൽ ഐ ഡു നൗ. ഞാനിപ്പോൾ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യുക? ഐ വിൽ പ്ലാന്റ് മെനി ട്രീസ്. ഞാൻ ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹം തീരുമാനിച്ച പ്രായശ്ചിത്തം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ഹിയർ ആർ സം ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി. ദ ഗിവൻ ട്രീ റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മുടെ ഈ സ്റ്റോറിയിൽ എല്ലാ ഭാഗങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കറക്റ്റായിട്ടുള്ള ഓർഡറിലല്ല, ഓർഡർ തെറ്റിച്ചിട്ടാണുള്ളത്. അത് കറക്റ്റ് ഓർഡറിലേക്ക് മാറ്റാനാണ്
പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഓരോ ഇൻസിഡൻസും കറക്റ്റ് ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാർ നോക്കി അതേപോലെ സെൻറ്റൻസ് ആക്കി എഴുതുക. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അതും കൂടാതെ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. താങ്ക്